SYSന്റെ 60ാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറ്റവും ആദരണീയനും അഭിനന്ദനുമായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ കേരള നിയമസഭയുടെ പ്രിയങ്കരനായ സ്പീക്കർ ശ്രീ ഇ കാർത്തികേയൻ അവർകളെ വെബ്സൈറ്റ് ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേരുന്ന ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളെ ആമുഖ പ്രഭാഷണം നടത്തുന്ന ആദരണീയനായ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കോട്ടമറ്റ TM ബാപ്പു മുസ്ലിയാർ അവർകളെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ വേദിയിലുള്ള ഏറ്റവും ആദരണീയനായ ആത്മീയ നേതാക്കന്മാരെ, നല്ലവരായ എന്റെ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, നല്ലവരായ നിങ്ങൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നതിൽ അർത്ഥമില്ല എന്നെനിക്കറിയാം. അതിപ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യത്തിൽ ദീർഘമായി പ്രസംഗിക്കാതെ പ്രസംഗം അവസാനിപ്പിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയും നീതിയുമാണ് എന്നെനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കമായ ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആദ്യ പ്രമേയമായി അവതരിപ്പിച്ച പ്രിയനായ നമ്മുടെ മദനി സാഹിബ് ആ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് നിയമസഭയിലും ചർച്ചകൾ നടന്നിട്ടുണ്ട്. കേരളീയ ജനസമൂഹത്തിന്റെ വികാരമായി അത് മാറിയിട്ടുണ്ട്. പ്രിയനായ ആ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം തെളിയിക്കപ്പെട്ട ലഭിക്കുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ ശിക്ഷ എന്ന നിലയിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് മാനുഷിക നീതിക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കും അനുകൂലമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ആ വലിയ വ്യക്തിത്വത്തെ അബ്ദുൽ നാസർ മദനി സാഹിബിനെ എത്രയും വേഗം അദ്ദേഹത്തിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, നിയമപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തു വരുവാൻ പരമകാരുണ്യനായ അല്ലാഹുവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കേരള സർക്കാരും അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു എന്ന് കാണുന്നതിലുള്ള സന്തോഷവും ഞാൻ അറിയിക്കട്ടെ. എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കുവാനുള്ളതൊരു പ്രത്യേക കാര്യമാണ്. ആ കാര്യം മറ്റൊന്നുമല്ല, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ലോക മുസൽമാന്മാർ, ആ ലോക മുസൽമാന്മാരുടെ ജീവിതത്തിൽ എപ്പോഴും വ്യക്തിത്വത്തിന്റെ കറകൾ പറ്റിപ്പിടിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ പാശ്ചാത്യ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗതികെട്ട സാഹചര്യങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളിൽ യോജിച്ചൊരുമിച്ച് നിന്നുകൊണ്ട് ലോക ഇസ്ലാം മതരാഷ്ട്രങ്ങൾ മാത്രമല്ല, ഇസ്ലാം മതവിശ്വാസികൾ ശക്തമായി മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. 1,25,000 വരുന്ന പ്രബോധനം നടത്തിയ നമ്മുടെ വന്ദ്യരായ ആളുകൾ, നബി തിരുമേനി പോലും നമുക്കറിയാം ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ്. പ്രവാചക പരമ്പരയിലെ അവസാന പ്രവാചകനായ നബി തിരുമേനി 1400 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രഖ്യാപനങ്ങൾ, ആ നബി തിരുമേനി സല്ലല്ലാഹുവിന് ശേഷം ഈ സമൂഹത്തെ നയിച്ചത് ആര് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പ്രവാചക പരമ്പരയുടെ അവസാനത്തെ ആളാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ അതിനുശേഷം അബൂബക്കറും ഉമ്മറും ഉസ്മാനും അലിയും ഉൾപ്പെടെയുള്ള ആ വലിയ നേതൃത്വം ഖലീഫമാർ ഇസ്ലാം മതസമൂഹത്തെ വേണ്ട വിധത്തിൽ നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. ആ മുന്നേറ്റത്തിൽ ഈ സമൂഹത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാവാൻ കഴിയും.
ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കണക്ക് നോക്കുമ്പോൾ, കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായ കാര്യമുണ്ട്. വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാവണം, ആത്മീയ പുരോഗതി ഉണ്ടാവണം, സാംസ്കാരിക പുരോഗതി ഉണ്ടാവണം, അതോടൊപ്പം സാമ്പത്തിക അടിത്തറയും ഉണ്ടാവണം. ഈ കാര്യങ്ങളിലെല്ലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഈ സമൂഹത്തെ നയിച്ചിരുന്നു എന്ന സത്യമുണ്ട്. അതിനുശേഷം വന്ന ഖലീഫമാർ അവർ അതേ നിലയിൽ തന്നെ ഈ സമൂഹത്തെ നയിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് ലോകത്ത് തന്നെ ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു. നമുക്കറിയാം, ഖലീഫമാർക്ക് ശേഷം പിന്നെ പക്ഷേ മറ്റൊരു വസ്തുതയുണ്ട്. അതിനുശേഷം തുർക്കി രാജഭരണം ആ നിലയിലേക്ക് പോയി ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. തുർക്കിയുടെ നേതൃത്വം എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ഭരണകൂടം വളരെ ശക്തമായ നേതൃത്വമായിരുന്നു ഇസ്ലാം മതസമൂഹത്തിന്. ആ തുർക്കി ഭരണകൂടത്തിന്റെ കാലാവധി കഴിഞ്ഞതോടുകൂടി ആര് ഈ സമൂഹത്തെ നയിക്കും എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കേണ്ട, എന്തുകൊണ്ട് നമ്മുടെ പലസ്തീനിൽ രക്തപ്പഴി ഒഴുകുന്നു? ആ പലസ്തീൻ ജനതയെ നയിക്കാൻ, ആ നയിക്കുന്നതിലൂടെ ആ പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പ് ലോകത്തുള്ള ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല, മനസ്സാക്ഷി നീതിബോധമുള്ള ജനാധിപത്യ വിശ്വാസമുള്ള ജനങ്ങളുടെ പിന്തുണ മുഴുവൻ പലസ്തീൻ ജനതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഒരു വെള്ളി വെളിച്ചം കാണുന്നുണ്ട് ലോക ഇസ്ലാം മതസമൂഹത്തിനിടയിൽ. അത് മറ്റൊന്നുമല്ല, ഈജിപ്തിലും ടുണീഷ്യയിലും പ്രതിവിപ്ലവം നടക്കുന്നു, ജനാധിപത്യം. ഈ സമൂഹത്തെ നയിക്കാൻ എന്തുകൊണ്ട് ഈജിപ്തിലും ടുണീഷ്യയിലും പ്രതിവിപ്ലവം നടക്കുന്നു എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മലയാളി സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ലോക മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളുടെ ബുദ്ധിമുട്ടുകളിലേക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ഈജിപ്തിലും ടുണീഷ്യയിലും വന്നിരിക്കുന്ന ആ പ്രതിവിപ്ലവം ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കും എന്ന് ലോകത്തുള്ള ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികൾ വിശ്വാസമർപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോ സംഘടിതമായ ഒരു മുസ്ലിം നേതൃത്വം, ആ മുസ്ലിം നേതൃത്വം എവിടൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഈ സമൂഹത്തെ തുണവ് കാണിക്കാനോ മോശമാക്കാനോ മാറ്റി നിർത്താനോ ഒരു ഭരണാധികാരിക്കെന്നല്ല ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങൾ, പാശ്ചാത്യ രാഷ്ട്രങ്ങൾ എപ്പോഴും ഈ സമൂഹത്തെ തമ്മിലടിപ്പിച്ചുകൊണ്ട് രണ്ടോ നാലോ കഷ്ണങ്ങളാക്കിക്കൊണ്ട് ഈ സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ യോജിച്ചു നിന്നുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലത്തതുപോലെ ഖലീഫമാർ ഈ സമൂഹത്തെ നയിച്ചതുപോലെ തുർക്കി രാജഭരണം നയിച്ചതുപോലെ ലോകത്ത് ഇസ്ലാം സമൂഹത്തെ നയിക്കാൻ ഒരു സംഘടിത നേതൃത്വം ഉണ്ടായേ മതിയാകൂ എന്നാണ് എന്റെ അഭിപ്രായം. ഇനി ഭാരതത്തിലേക്ക് വന്നാലോ, ഭാരതത്തിലെ മുസ്ലിം മതവിശ്വാസി ഇസ്ലാം മതവിശ്വാസികൾ അവർ രാജ്യത്തിന് വേണ്ടി പോരാടിയവരാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോ ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ഈ സമുദായാംഗങ്ങൾ രക്തം ചീന്തിക്കൊണ്ടും ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തിന്റെ സംസ്കാരത്തിന് വേണ്ടി, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായിരുന്ന ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിക്കാൻ നേതൃത്വം കൊടുത്തവരാണ് ഈ സമൂഹം. നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ആ അംഗീകാരം ഇന്ത്യയിൽ, ഭാരതത്തിൽ ഈ സമൂഹത്തിൽ ലഭിക്കട്ടെ. ആ അംഗീകാരം മലയാളികളാണ് എന്ന് മാത്രമല്ല, ഇന്ത്യക്കാരാണ് എന്ന നിലയിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾക്ക് തന്റെ ഇടത്തോടുകൂടി ഭാരതീയനാണ് എന്നതിന്റെ പേരിൽ തന്നെ ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന മുഴുവൻ അധികാര അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണം എന്നതിൽ ആരെങ്കിലും തർക്കമുണ്ടാക്കും എന്നെനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു, 2 വെള്ളിയാഴ്ച മുമ്പ് പാളയം പള്ളിയിലെ ഇമാം വന്ദിനായ ജമാലുദ്ദീൻ മങ്കട മുസ്ലിം, നമ്മുടെ മൗലവി ജുമാ നിസ്കാരത്തിന് ശേഷം
ജുമാ നിസ്കാരത്തിനിടയിലുള്ള അദ്ദേഹം ഒരു കാര്യം എടുത്തു സൂചിപ്പിച്ചു. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല. അദ്ദേഹം തിരുവനന്തപുരത്തുള്ള കാർഡിനലിന്റെ സ്ഥാനാരോഹണത്തിന് റോമിലേക്ക് പോയി. റോമിൽ ചെന്ന് അവിടെ സ്ഥാനാരോഹണ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി കടന്നുപോയ വേദനയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അവിടെ നിൽക്കുമ്പോ മാർപ്പാപ്പ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ തലവൻ, അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തി പ്രാപിച്ചിരിക്കുന്ന സഭയുടെ ആളുകൾ, അതിന്റെ അസിസ്റ്റന്റുമാരായിട്ട് വരുന്ന കർദിനാൾമാരും ബിഷപ്പുമാരും വൈദികരും അവിടെ നിൽക്കുമ്പോ നമ്മുടെ മൗലവി പാളയംപള്ളി ഇമാം കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്റെ സമൂഹത്തിന് പലസ്തീൻ ജനതയ്ക്ക് രക്ഷയില്ല. ഇവിടെ വത്തിക്കാനിൽ ഒരു രാജ്യമായി റെക്കഗ്നൈസ്ഡ് നമുക്കറിയാം. എന്ന നിലയിൽ ഒബ്സർവർ സ്റ്റേറ്റ് എന്ന നിലയിൽ UN അംഗീകാരം മേടിച്ചുകൊണ്ട് ഒരു രാജ്യമായി നിലനിൽക്കുന്നു. എന്റെ ജനം പലസ്തീൻ ജനത ചിഹ്നപരമാക്കപ്പെട്ട് രക്തമൊഴുക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഗതികേടുണ്ടാവുന്നു. അല്ലാഹുവേ, ഈ സമൂഹത്തെ രക്ഷിക്കില്ലേ എന്ന് ആ റോമിൽ വെച്ച് നമ്മുടെ പാളയംപള്ളി ഇമാം അല്ലാഹുവിനോട് ദുആ ചെയ്യും. സന്തോഷത്തോടുകൂടി അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഞാൻ അന്ന് കണ്ണീരോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ, അതും വത്തിക്കാനിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോ വലിയ മനപ്രയാസവും വേദനയുണ്ടായെങ്കിലും അന്ന് വൈകുന്നേരം UN അസംബ്ലി ചേർന്നുകൊണ്ട് വത്തിക്കാന്റെ അതേ നില നൽകിക്കൊണ്ട് UN അസംബ്ലി പലസ്തീൻ ജനതയെയും അംഗീകരിച്ചു. അൽഹംദുലില്ലാഹ്. നിസ്സാരകാരിയല്ല. ലോക മുസൽമാന്മാരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കുകയായിരുന്നു. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ പലസ്തീൻ ജനതയ്ക്ക് അധികം താമസിയാതെ UN അസംബ്ലിയുടെ രാജ്യത്തിന്റെ ഭാഗമായി അംഗീകാരം കിട്ടാൻ വേണ്ടി പരമകാരുണ്യനായ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ കൊച്ചു കേരളം ഞാൻ പറഞ്ഞു വന്നല്ലോ, ഒരു കൂട്ടായ നേതൃത്വം ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പ്രാധാന്യത്തെപ്പറ്റി ഞാനിവിടെ സൂചിപ്പിച്ചു. എന്താണ് പലരും ചോദിക്കാറുണ്ട്, കേരളത്തിൽ എന്താണ് ഇസ്ലാം മതവിശ്വാസികൾ സാംസ്കാരികമായി, വിദ്യാഭ്യാസമായി, സാമ്പത്തികമായി അല്പം മുന്നിൽ നിൽക്കുന്നത്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പം മുന്നേറ്റമുണ്ട് എന്ന വസ്തു നിഷേധിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടതുണ്ടായി? ഞാനതിലേക്കാണ് വരുന്നത്. നമ്മുടെ മഹാനായ ബാഫക്കിത്തങ്ങൾ, മർഹൂം ബാഫക്കിത്തങ്ങൾ മറക്കാൻ പാടില്ല. അഭിമന്യനായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഈ സമൂഹത്തിന് ഒരു രാഷ്ട്രീയ നേതൃത്വവും അതോടൊപ്പം ആത്മീയ നേതൃത്വവും വളർന്നു വരികയായിരുന്നു. നബി തിരുമേനിയുടെ 39ാമത്തെ വംശപരമ്പരയിലെ മഹാനായ ഹൈദറിൽ തങ്ങൾ ഇപ്പോൾ അതുപോലെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും അതുപോലെ തന്നെ ആത്മീയ നേതൃത്വത്തിനും ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നത് വലിയ സംഭവമാണ്. ഉറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം, അതിനുശേഷം മഹാനായ പുക്കോയാത്തങ്ങൾ വന്നു. അതിനുശേഷം വന്നിനായ മർഹൂം ശിഹാബ് തങ്ങൾ വന്നു. ആ ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ വംശപരമ്പരയിലെ ആ മഹാനായ വ്യക്തിത്വത്തെ കേരള ജനതയ്ക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ഇന്ത്യൻ ജനതയ്ക്ക് എങ്ങനെ മറക്കാൻ കഴിയും? പരിശുദ്ധമായ മാതറിപ്പള്ളിയുടെ മുനാരങ്ങൾ ഓരോന്നോരോന്നായി തകർന്നടിഞ്ഞ് വീണപ്പോ ലോക മുസൽമാന്മാരും ഇന്ത്യൻ മുസൽമാന്മാരും അല്ലാഹുവേ, ഞങ്ങളെ രക്ഷിക്കാൻ, ഈ മുനാരങ്ങളെ രക്ഷിക്കാൻ ആളില്ലേ? ഞങ്ങളുടെ സമൂഹത്തെ അപമാനിച്ചുകൊണ്ട് ഞങ്ങളുടെ പള്ളി തകർക്കുമ്പോ ആര് രക്ഷിക്കാൻ വരുമെന്ന് പ്രാർത്ഥിച്ച് വേദനിച്ച നിമിഷങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ മതവികാരം വേദനിച്ച ഏറ്റവും വലിയ സംഭവവികാസമാണ്. ആ സംഭവത്തോടുകൂടി എന്തും സംഭവിക്കാമായിരുന്നു.
പക്ഷേ മഹാനായ മർഹൂം ശിഹാബ് തങ്ങൾ മതേതരത്തിന്റെ വാക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തെ രക്ഷിക്കാൻ ആക്രമിക്കരുത്, നീ അക്രമം കാട്ടരുത്, നീ അക്രമം കാട്ടരുത്, നീ അക്രമം കാട്ടരുതെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അവസാന പ്രസംഗത്തിൽ ശക്തമായി പറഞ്ഞിട്ടുള്ള ഭാഷ എടുത്തുകൊണ്ട് മഹാനായി ശിഹാബ് തങ്ങൾ ഇന്ത്യൻ മുസൽമാന്മാരോട് പറഞ്ഞു, അക്രമം കാട്ടരുത്. ഒരു ദിവസം വരും, ശരി വരും, ഇവിടെ ജീവിക്കാനുള്ള അവസരമുണ്ട്. പ്രിയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ വാക്കും അതിനിടയ്ക്ക് ഞാൻ ഓർത്തു പോകുന്നു. ഈ ഇന്ത്യയിലെ മുസൽമാന്മാർ തട്ടുപൊളിച്ചു വന്നവരല്ല, അത് ഞാൻ ഓർക്കുകയായി ഇതിനിടയ്ക്ക്. ഏതായാലും ആ ശിഹാബ് മർഹൂം ശിഹാബ് തങ്ങളുടെ ആ നേതൃത്വം ഇന്ത്യയിലെ ഇസ്ലാം മതവിഭാഗത്തെ പറയുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനസമൂഹത്തെയും ഇസ്ലാം മതവിശ്വാസികളെയും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും വളർത്തുന്നതിൽ ഉദവി എന്ന വസ്തുത നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രമാത്രം വിദ്യാഭ്യാസമുള്ള സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടായി, നമ്മുടെ സമൂഹത്തിലുണ്ടായി? നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ നന്ദിയോടുകൂടി, ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടി എല്ലാ കാലഘട്ടങ്ങളിലും ഓർമ്മിച്ചിരിക്കേണ്ട ഒരു നാമധേയമുണ്ട്. പ്രിയങ്കരനായ CH സാഹിബ്. ആ CH മുഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ നേതൃത്വം കടന്നു വന്നപ്പോ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്ന തീരുമാനത്തോടുകൂടി മഹാനായ CH സാഹിബ് ചെയ്ത വലിയ സംഭാവനകൾ ഒരു കാരണവശാലും മറക്കാൻ കഴിയില്ല. ആ സംഭാവനകളാണ് കേരളത്തിലെ ഇസ്ലാം മതവിഭാഗങ്ങളെയും മതവിശ്വാസികളെയും ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കാൻ കാരണമായി തീർന്നത് എന്ന് ആധികാരികമായി പറയാൻ എനിക്ക് ഒരു മടിയുമില്ല എന്നുകൂടി സൂചിപ്പിക്കട്ടെ. അപ്പോ മലയാളികളായ മുസ്ലിം മതവിശ്വാസികൾ മാത്രമല്ല, മറ്റു മതസ്ഥരും ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നോക്കിക്കാണേണ്ട നാമധേയമാണ് മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ്. ഒരു സംശയവും ആർക്കും ആവശ്യമില്ല. ഇപ്പോ ഈ സമൂഹത്തെ നയിക്കാൻ SYSന്റെ അഭിനന്ദരായ തങ്ങൾമാരുണ്ട്. ആ തങ്ങൾമാർക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ട് കേരളീയ ജനസമൂഹത്തെ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളെ നയിക്കാൻ അഭിനന്ദനായ ഹൈദരാലി തങ്ങൾ, നമുക്കറിയാം നബി തിരുമേനിയുടെ വംശപരമ്പരയിലെ ആദിനായ ഹൈദരാലി തങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു ആത്മീയ രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലുണ്ട് എന്ന അഭിമാന ബോധത്തോടുകൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയും. തീർച്ചയായും ഈ പൗരജനങ്ങൾ നിങ്ങൾ രാഷ്ട്രീയമായ ആത്മീയമായ ഒരു നേതൃത്വം, ഞാൻ ദീർഘമായി മറ്റു വിഷയത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല, ഒരു നേതൃത്വം ഉണ്ടാവണം. ആ നേതൃത്വത്തെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയണം. ആ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ ജനസമൂഹം ഇസ്ലാം മതവിശ്വാസികൾ യോജിച്ചു നിന്നുകൊണ്ടുള്ള മുന്നേറ്റമുണ്ടാക്കിക്കൊണ്ട് ഈ സമൂഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചേ മതിയാവും. എപ്പോഴും ആരോപണം വരുമ്പോ ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, തർക്ക വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ആരോപണം ഉന്നയിക്കുന്നവർ ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ എല്ലാം വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന്റെ കയ്യിലായതുകൊണ്ട് മുഴുവൻ മുസ്ലിങ്ങളെ പിടിച്ചടക്കുന്നു എന്ന് പറയുന്ന ആ മാന്യന്മാരുടെ വിനയത്തോടുകൂടി ഞാൻ ചോദിക്കട്ടെ, 13 യൂണിവേഴ്സിറ്റിയുള്ള കേരളത്തിൽ എത്ര മുസ്ലിം വൈസ് ചാൻസലർമാരുണ്ട്? പറ, കേൾക്കട്ടെ. 13 യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ 6 യൂണിവേഴ്സിറ്റിയിലും ഒരു സമുദായം തന്നെയാണ്. ഞാൻ പേര് പറയുന്നില്ല. ഒന്ന് പറഞ്ഞൊക്കെ എന്തിനു ഒളിച്ചു വെക്കുന്നു? 6 വൈസ് ചാൻസലർ നല്ല നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. ഒരു വൈസ് ചാൻസലർ നമ്പൂതിരിയാണ്. 3 വൈസ് ചാൻസലർമാർ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. 2 വൈസ് ചാൻസലർമാർ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ്. ഒരു വൈസ് ചാൻസലറാണ് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിനുള്ളത്. എന്നിട്ടും തട്ടിയെടുത്തു എന്ന് പറയുക. മനസ്സിലായി? എങ്ങനെ ശരിയാവും? വൈകുട്ടി പറയുന്നത് തെറ്റുണ്ടോ?
ഞാൻ വളരെ നിർബന്ധമായി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞു, ഒരു പട്ടികജാതിക്കാരനെ കൂടെ വൈസ് ചാൻസലർ ആക്കണം. എന്നാ കുഴപ്പം? കുഴപ്പമില്ല ഉണ്ടോ? നമ്മുടെ കാലത്തെങ്കിലും ആട്ടെ. ഇവിടുത്തെ 33 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാരുണ്ട്. അവനെ അംഗീകരിക്കുന്ന സമൂഹം, വേദനിക്കുന്നവരെ ബുദ്ധിമുട്ടുന്നവനെ അംഗീകരിക്കുന്ന സമൂഹമാണ് ഇസ്ലാം സമൂഹം എന്ന് കേരളം ചൗരെന്നറിയട്ടെ. ഒരു പട്ടികജാതിക്കാരൻ കൂടെ വൈസ് ചാൻസലറായി വരണം. ഇവിടെ സമൂഹത്തിന്റെ എണ്ണമൊന്നും പറഞ്ഞ് ഞാൻ ഇനി വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ജനസമൂഹത്തിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലോ വിദ്യാഭ്യാസപരമായ പുരോഗതിയുടെ അടിസ്ഥാനത്തിലോ തീരുമാനിച്ചാൽ 13-1 മതിയോ എന്നൊന്ന് ചോദിക്കണം. ഒന്ന് മതിയോ? ഇസ്ലാം മതത്തിൽ നിന്ന് ഒന്ന് മതിയോ? അല്ല, നിങ്ങൾക്ക് എന്നാ അഭിപ്രായം? മതിയോ? പോരാ എന്ന് തന്റെ ഇടത്തോടുകൂടി പറയണം. മനസ്സിലായില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുതിയ വൈസ് ചാൻസലർമാർ വരുമ്പോ അർഹതപ്പെട്ടത് ലഭിക്കണം. മനസ്സിലായില്ലേ? ഇത് പറയുമ്പോ ആരും വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. പാവപ്പെട്ട ഈ സമുദായം അറിയണം, 1937 വരെ ക്ഷേത്രപ്രവേശനമില്ലാതിരുന്നവർ, ക്ഷേത്രത്തിന് സമീപത്തുകൂടി 12 അടി അകലെ കൂടി മാത്രം നടക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട ഈഴവ സമുദായം ഒരു മേലാളിനെ കണ്ടാൽ 13 അടി അകലക്കൂടെ പോയില്ലെങ്കിൽ കഴുത്ത് വെട്ടപ്പെട്ട പാവപ്പെട്ട സമുദായം, പിന്നോക്ക സമൂഹം, ഈഴവ സമുദായം. ആ ഈഴവ സമുദായം കേരളത്തിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 3 വൈസ് ചാൻസലർമാർ പോരാ എന്ന എന്റെ അഭിപ്രായം. അത്രയും തന്നെ ജനസമൂഹം, പോപ്പുലേഷനിൽ വോട്ടർമാരുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അത്രയും തന്നെയുള്ള ഏക സമൂഹം ഇസ്ലാം മതവിശ്വാസികളാണ്. പഠിക്കുക, നമ്മുടെ MLA-മാർക്കൊന്ന് പഠിക്കട്ടെ, അതുകൊണ്ട് പറയുക. ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും സംഖ്യയുള്ള ജനസമൂഹം ഏതെന്ന് ചോദിച്ചാൽ അവഗണിക്കപ്പെട്ടിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ഈഴവ സമുദായമാണ്. ആ സമുദായത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നത് സല്ലല്ലാഹുവിന്റെ പ്രബോധനങ്ങൾ വിശ്വാസമർപ്പിച്ചുകൊണ്ട് 5 നേരം നിസ്കരിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളാണ്. അതിനകത്ത് നിസ്കാരത്തഴമ്പില്ലാത്തവരുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പ്രാർത്ഥിക്കണം, നിങ്ങൾ മാറ്റമില്ലാതെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണിത് പറഞ്ഞത്. അപ്പോ എല്ലാ മേഖലകളിലും അർഹതപ്പെട്ടത് കൊടുക്കണം. അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കാൻ വേണ്ടി തമ്മിത്തല്ലിക്കാൻ നോക്കുമ്പോ അതിനുവേണ്ടി പിറകിൽ നിന്ന് ചുക്കാൻ പിടിച്ചു കൊടുക്കുന്ന മാന്യന്മാരേതാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് രക്ഷ നൽകാൻ ഈ സമൂഹം കൂട്ടായ ഒരു നേതൃത്വം രൂപം കൊടുക്കണം. ആ നേതൃത്വത്തിന് നേതാവായി നിൽക്കേണ്ടത് പാണക്കാട്ട് കുടുംബമാണ് എന്ന് വലിയ മത്സരം പറയുന്നു. ആ പാണക്കാട്ട് കുടുംബത്തിലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ വംശപരമ്പരയിലെ ഹൈദരാളി തങ്ങൾ, ആ പാണക്കാട്ട് കുടുംബം ഈ സമൂഹത്തിന്റെ കൂട്ടായ നേതൃത്വത്തിന് നേതാവായി നേതൃത്വം കൊടുക്കാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അതുപോലെ CH മുഹമ്മദ് കോയ സാഹിബ് മർഹൂം, ആ വലിയ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കേരളീയ ജനസമൂഹത്തിനുണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് എന്നതുപോലെ ഈ സമൂഹത്തിനുണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങളും വളരെ വലുതാണ്. ആ CH മുഹമ്മദ് കോയ സാഹിബിന് ശേഷം ഇതാ കടന്നു വരുന്നു നമ്മുടെ പ്രിയകരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഒളിച്ചു വെക്കാതെ പറയുക, ഈ രാജ്യത്തെ കഴുകന്മാര് മുഴുവൻ പിറകെ നടന്ന് കൊത്തിക്കൊല്ലാൻ നോക്കിയെങ്കിലും ആ മാടപ്രാവ് അജയ്യ ശക്തിയായി ഈ സമൂഹത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ആ മാടപ്രാവിനെയും സംരക്ഷിക്കാനുള്ള ചുമതല അഭിമന്യനായ ഹൈദരാലി സിയാർ തങ്ങൾ അവരുടെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന് SYS കമ്മിറ്റിയുടെ പേരിൽ
ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതല്ലേ ശരി. ഞാനും സുഹൃത്തുക്കളെല്ലാവരും ഇരിക്കണം. സരസിലുള്ള എല്ലാവരും ഇരിക്കണമെന്ന് അറിയിക്കുന്നു. സ്നേഹിതരെ, ഇനി ദീർഘമായി ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല എന്നെന്റെ മനസ്സാക്ഷി പറയുന്നു. സമസ്തയുടെ യഥാർത്ഥ നേതാവ് സ്റ്റേജിലെത്തിയിരിക്കുമ്പോ അതും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ 39ാമത്തെ വംശയുടെ ആള് വന്ദിനായ ഹൈദരാലി തങ്ങൾ സ്റ്റേജിലിരിക്കുമ്പോ ദീർഘമായി ഒന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് പിണക്കത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് പ്രത്യേക സ്നേഹത്തിന്റെ പേരിലോ അല്ല. ഒരു സെക്കുലർ കാഴ്ചപ്പാടോടുകൂടി, മതേതര കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ ജനമുഖത്തെ ഒന്ന് വേർതിരിച്ചു നോക്കുമ്പോൾ എന്തൊക്കെയാണോ ആ സത്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്നല്ലാതെ വേറൊരു കാര്യം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഇനി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചപ്പോൾ ദീർഘമായി പ്രസംഗിക്കാൻ ശരിയല്ല, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. സമസ്ത സമ്മേളനം നമുക്കറിയാം, SYSന്റെ 60ാം വാർഷിക പ്രഖ്യാപന സമ്മേളനമാണ്. നമുക്ക് 4 വർഷത്തിന് ശേഷമാണ് വാർഷികം ആഘോഷിക്കുന്നത് എന്ന് നമുക്കറിയാം. 2014 അതുവരെയും നല്ല പ്രാർത്ഥനയുടെ ഐക്യത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമസ്തയുടെ SYSന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ അകമഴിഞ്ഞ സഹായമുണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് SYSന്റെ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി.